നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ താലോലിക്കുക എന്നുള്ളത് ഇതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കില്ല. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനിയും നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനലിലൂടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ രീതി പിന്തുടർന്ന് നൂറുകണക്കിന് സഹോദരിമാർക്ക് ഇതിനകം തന്നെ ഫലം ലഭിച്ചു കഴിഞ്ഞു. മാസങ്ങളായി, ചിലർ വർഷങ്ങളായി കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത അവരിലേക്ക് എത്തിച്ചേർന്നു. അവരിൽ പലരും ഇന്ന് അമ്മമാരായി മാറിക്കഴിഞ്ഞു എന്നറിയുന്നത് വലിയ സന്തോഷമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ ഒരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ രീതി നിങ്ങൾ 100% വിശ്വാസ്യതയോടും സമർപ്പണത്തോടും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങളിൽ ഉറപ്പായി സംഭവിക്കും. ഇതൊരു വെറും വീഡിയോ അല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മാറ്റിമറിക്കാനും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു വഴികാട്ടിയാണ്. പൂർണ്ണഫലം ലഭിക്കാൻ ഈ വീഡിയോയുടെ ഓരോ ഘട്ടവും ശ്രദ്ധയോടെ പിന്തുടരുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കൂ. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയമിടിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ആ താളത്തിനൊപ്പം ചേരാൻ മറ്റൊരു കുഞ്ഞു ഹൃദയം പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ കാത്തിരിക്കുന്നുണ്ട്. അത് വെറും ഒരു ആഗ്രഹമല്ല, അതൊരു സത്യമാണ്. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെ തിരയുകയാണ്. ആ ആത്മാവ് നിങ്ങളെ അമ്മേ എന്ന് വിളിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ഇന്ന് ഈ നിമിഷം നമ്മൾ ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. തയ്യാറാണോ? ആ കുഞ്ഞു കൈകൾ ചേർത്ത് പിടിക്കാൻ ആഴത്തിൽ ശ്വാസം എടുക്കൂ. ഓരോ ശ്വാസത്തിലും സമാധാനം ഉള്ളിലേക്ക്, ഓരോ നിശ്വാസത്തിലും ഭയവും ആശങ്കയും നിരാശയും പുറത്തേക്ക്. പലപ്പോഴും സമൂഹം, ഡോക്ടർമാർ, എന്തിന് സ്വന്തം മനസ്സ് പോലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഇത് പ്രയാസമാണ് എന്ന്. എന്നാൽ പ്രപഞ്ചത്തിന് ഒന്നും പ്രയാസമില്ല. നിങ്ങളുടെ ശരീരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്. നിങ്ങളുടെ ഗർഭപാത്രം ഒരു വിശുദ്ധമായ സ്ഥലമാണ്. കഴിഞ്ഞുപോയ മാസങ്ങളിലെ കണ്ണുനീർ നമുക്ക് തുടച്ചു നീക്കാം. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉദരഭാഗത്തേക്ക് കൊണ്ടുവരൂ. അവിടെ ഇരുട്ടല്ല, അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം നിറയുന്നത് കാണൂ. അത് ശൂന്യമല്ല, അത് കാത്തിരിപ്പാണ്. ഒരു വിത്ത് മുളയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മണ്ണാണത്. സങ്കല്പിക്കൂ, പ്രപഞ്ചത്തിലെ ഊർജം അവിടേക്ക് ഒഴുകിയെത്തുന്നു. ആ പ്രകാശം നിങ്ങളുടെ ഗർഭപാത്രത്തെ ചൂടുള്ളതാക്കുന്നു, സുരക്ഷിതമാക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് വളരാൻ ഏറ്റവും സുരക്ഷിതമായ ഇടം അതാണ് നിങ്ങളുടെ ഉദരം. ഇപ്പോൾ നമ്മൾ ഭാവിയിലേക്ക് പോവുകയാണ്. അല്ല, അത് വർത്തമാനകാലമാണ് എന്ന് വിശ്വസിക്കൂ. ആ ടെസ്റ്റ് റിസൾട്ട് നോക്കൂ. 2 വരകൾ പോസിറ്റീവ്. നിങ്ങളുടെ മുഖത്തെ ചിരി, കയ്യിലെ വിറയൽ, പങ്കാളിയെ കെട്ടിപ്പിടിച്ച് നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത് കേൾക്കൂ. മാസങ്ങൾ കടന്നു പോകുന്നു. നിങ്ങളുടെ വയറിൽ ആ കുഞ്ഞനക്കം തട്ടി, ആ കുഞ്ഞു കാലുകൾ ഉദരത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ നിർവൃതി അത് അനുഭവിക്കൂ. ഇപ്പോൾ ആ കുഞ്ഞ് നിങ്ങളുടെ കൈകളിലുണ്ട്. ആ കുഞ്ഞു വിരലുകൾ, പൂപോലത്തെ കണ്ണുകൾ, ആ കുഞ്ഞിൻ്റെ മണം, പാലുമണം, അത് ശ്വസിക്കൂ. ആ കുഞ്ഞ് നിങ്ങളെ നോക്കിച്ചിരിക്കുന്നു. ആരോഗ്യമുള്ള സുന്ദരമായ ഒരു കുഞ്ഞ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെല്ലെ കണ്ണുകൾ തുറക്കൂ, അല്ലെങ്കിൽ അടച്ചിരുന്ന് തന്നെ ഈ പുതിയ ദിവസത്തെ വരവേൽക്കൂ. ഇന്നത്തെ സൂര്യൻ ഉദിച്ചിരിക്കുന്നത് പുതിയൊരു പ്രതീക്ഷയുമായാണ്. ഇന്നലെ നടന്നതെല്ലാം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഒരു ദീർഘശ്വാസം എടുക്കൂ. പ്രഭാതത്തിലെ ശുദ്ധവായുവിനൊപ്പം പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി മുഴുവൻ ഉള്ളിലേക്ക് എടുക്കൂ. പഴയ സങ്കടങ്ങൾ എല്ലാം പുറത്തേക്ക് കളയൂ. നിങ്ങൾ തനിച്ചല്ല, പ്രപഞ്ചം നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ ഒരു പടി കൂടി അടുപ്പിക്കും. ഇനി നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ വയറിൻ്റെ മുകളിൽ വയ്ക്കുക. നിങ്ങളുടെ ഗർഭപാത്രത്തോട് നമുക്ക് സംസാരിക്കാം. സ്നേഹത്തോടെ മനസ്സിൽ പറയൂ, എൻ്റെ ഗർഭപാത്രം ശക്തമാണ്, ആരോഗ്യമുള്ളതാണ്. സങ്കല്പിക്കൂ, ഉദിച്ചു വരുന്ന സൂര്യൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം നിങ്ങളുടെ കൈകളിലൂടെ ഗർഭപാത്രത്തിലേക്ക് ഒഴുകുന്നു. അവിടെയുള്ള ഓരോ കോശങ്ങളും ഉണരുന്നു. തണുത്തുറഞ്ഞ മഞ്ഞ് ഉരുകുന്നത് പോലെ തടസ്സങ്ങളെല്ലാം ഉരുകി മാറുന്നു. നിങ്ങളുടെ ശരീരം ഒരു പൂന്തോട്ടമാണ്. അത് പൂവിടാറായി നിൽക്കുന്നു. വിശ്വസിക്കൂ, നിങ്ങളുടെ ശരീരം നിങ്ങളെ ചതിക്കില്ല. അത് നിങ്ങളെ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി നമുക്കൊരു സ്വപ്നം കാണാം. അത് സ്വപ്നമായിട്ട് മാത്രമല്ല, സത്യമായിട്ട് വിചാരിക്കൂ. ഒരു നിമിഷം നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ആ കുഞ്ഞുണ്ട് എന്ന് സങ്കല്പിക്കൂ. ആ കുഞ്ഞിൻ്റെ ഭാരം കൈകളിൽ അനുഭവപ്പെടുന്നുണ്ടോ? ആ കുഞ്ഞു മുഖം നിങ്ങളുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ലബ് ഡബ് ലബ് ഡബ്. ആ കുഞ്ഞ് നിങ്ങളെ നോക്കി ചിരിക്കുന്നു. ആ കണ്ണുകളിൽ നിറയെ സ്നേഹമാണ്. ആ കുഞ്ഞ് നിങ്ങളോട് പറയുകയാണ്, അമ്മേ, ഞാൻ വരുന്നുണ്ട്, എനിക്കായി കാത്തിരിക്കൂ.
ഈ സന്തോഷം, ഈ നിർവൃതി, ഇതാണ് നിങ്ങളുടെ സത്യം. ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇത് ആത്മാവിൻ്റെ തലത്തിൽ നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീക്ക് അവളുടെ ശരീരമായും വരാനിരിക്കുന്ന കുഞ്ഞുമായും ആത്മീയമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗമാണ് ഗർഭപാത്ര ശ്വസനം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെറും ലളിതമായ രീതിയിൽ ഞാൻ ഇനിയും പറഞ്ഞു തരാം. ആദ്യം ശാന്തമായ ഒരിടത്ത് സുഖപ്രദമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. കണ്ണുകൾ പെതുക്കെ അടയ്ക്കുക. കൈകൾ വെക്കേണ്ട രീതി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇടത് കൈ ഹൃദയത്തിന് മുകളിലും വലത് കൈ അടിവയറ്റിന് മുകളിലുമായിട്ട് വെക്കുക. പെതുക്കെ വെക്കണേ. നിങ്ങളുടെ മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. ശ്വാസം നെഞ്ചിൽ മാത്രം ഒതുങ്ങരുത്. അത് നിങ്ങളുടെ വയറിലേക്ക്, അതായത് വലത് കൈ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലണം. നിങ്ങളുടെ അടിവയർ ഒരു ബലൂൺ പോലെ സാവധാനം വീർക്കുന്നത് അനുഭവിക്കൂ. ശ്വസിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള ശുദ്ധമായ ഒരു സ്വർണ്ണ വെളിച്ചം നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് നിറയുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ശ്വാസം എടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡ് അത് ഉള്ളിൽ പിടിച്ചു നിർത്തുക. ഈ സമയം ആ സ്വർണ്ണ വെളിച്ചം നിങ്ങളുടെ ഗർഭപാത്രത്തിലെ ഓരോ കോശങ്ങളെയും സുഖപ്പെടുത്തുന്നതായും ആ ഭാഗം ഊർജ്ജസ്വലമാകുന്നതായും മനസ്സിനെ അറിയിക്കുക. ഇനി വായിലൂടെ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം വിടുമ്പോൾ ഒരു ചെറിയ ഹായ് എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നത് നന്നായിരിക്കും. ഉള്ളിലെ എല്ലാ പേടിയും സമ്മർദ്ദവും നെഗറ്റീവ് ചിന്തകളും ആ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നു. നിങ്ങളുടെ ശരീരം ഇപ്പോൾ കുഞ്ഞിനായിട്ട് പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. സാധാരണ നമ്മൾ നെഞ്ചുകൊണ്ട് മാത്രമാണ് ശ്വസിക്കുന്നത്. എന്നാൽ അടിവയർ ഉപയോഗിച്ച് ശ്വസിക്കുമ്പോൾ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ഹോർമോൺ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലെ കോർട്ടിസോൾ കുറയ്ക്കുന്നതിന് മനസ്സിനെ റിലാക്സ് ആക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. ദിവസവും രാവിലെയും രാത്രിയും 5 മിനിറ്റ് വീതം ഇത് പരിശീലിപ്പിക്കുന്നത് നിങ്ങളുടെ മെഡിറ്റേഷൻ്റെ ഫലം ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായി ശാന്തമായി കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതിമനോഹരമായ ഒരു സ്വർണ്ണ നൂൽ പുറപ്പെട്ട് അത് പ്രപഞ്ചത്തിലേക്ക് നീളുന്നത് സങ്കല്പിക്കൂ. ആ നൂലിൻ്റെ അറ്റത്ത് പ്രകാശത്തിൻ്റെ ഒരു ബിന്ദുവായി നിങ്ങളുടെ കുഞ്ഞ് കാത്തിരിക്കുന്നു. ആ പ്രകാശത്തിലേക്ക് നിങ്ങളുടെ സ്നേഹം ഈ നൂലിലൂടെ അയയ്ക്കുക. ഇപ്പോൾ ആ കുഞ്ഞ് പതുക്കെ ആ നൂലിലൂടെ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത് കാണുക. നിങ്ങളുടെ ഹൃദയവും കുഞ്ഞിൻ്റെ ആത്മാവും തമ്മിലുള്ള ആ വലിയ ബന്ധം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഈ സ്വർണ്ണ നൂലിലൂടെ അമ്മയുടെ സ്നേഹവും സുരക്ഷിതത്വവും കുഞ്ഞിലേക്കും കുഞ്ഞിൻ്റെ ജീവനും സന്തോഷവും അമ്മയിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നീ സുരക്ഷിതനാണ്, അമ്മ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് മൗനമായി ആ കുഞ്ഞിനോട് പറയൂ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒഴുകിയെത്തുന്ന പോസിറ്റീവ് റിസൾട്ടുകൾ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഷെയർ ചെയ്യാറുമുണ്ട്. നിങ്ങളിൽ പലരും കണ്ടു കാണുമല്ലോ. കഴിഞ്ഞ ആഴ്ച മാത്രം 5 സഹോദരിമാരാണ് തങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത പങ്കുവച്ചത്. അവരിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 5 വർഷത്തെ കാത്തിരിപ്പിനും ചികിത്സകൾക്കും ശേഷം ഈ മാനിഫെസ്റ്റേഷൻ തുടങ്ങി 2-ാം മാസം തന്നെ പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചു എന്നാണ്. ഇത് വെറും ഒരു അത്ഭുതമല്ല, നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മാറ്റമാണ്. 100% വിശ്വാസത്തോടെ ഇത് ചെയ്യുന്ന ആർക്കും ഈ ഫലം ലഭിക്കും. നിങ്ങളും ആ വലിയ സന്തോഷത്തിനായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ താഴെ "ഐ ക്ലെയിം മൈ മിറാക്കിൾ ബേബി" എന്ന് കമൻറ്റ് ചെയ്യുക. ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക് ഏറ്റവും മികച്ച ഒരു റിസൾട്ട് നൽകാൻ ഞാൻ ഇനിയും പറയാൻ പോകുന്ന രീതിയിൽ 7 ദിവസം തുടർച്ചയായിട്ട് ഇത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും. ഡേ 1. ഇന്ന് വീഡിയോ മുഴുവനായിട്ട് തന്നെ കേൾക്കുക. നിങ്ങളുടെ ശരീരം ഒരു പുതിയ ജീവനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മനസ്സിനോട് പറയുക. ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡേ 2. വോം ബ്രീത്തിങ്. ഇതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലെ ഭയവും സങ്കടവും ശ്വാസത്തിലൂടെ പുറത്ത് കളയുക എന്നൊരു ടെക്നിക്കാണ് ഇത്. ഡേ 3. കോശങ്ങളുടെ ഉണർവ്. ശരീരത്തിലെ ഹോർമോണുകൾ സന്തുലിതമാകുന്നതായും ഗർഭപാത്രം ഊർജ്ജസ്വലമാകുന്നതായും സങ്കല്പിക്കുക. ഡേ 4.
ഗോൾഡൻ കോഡ് ടെക്നിക്, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗോൾഡൻ കോഡ് ടെക്നിക് വഴി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആത്മാവിനോട് സംസാരിക്കുക, ആ സാമീപ്യം അനുഭവിക്കുക. ഡേ 5 വിഷ്വലൈസേഷൻ. നിങ്ങൾ ഗർഭിണിയാണെന്ന വാർത്ത മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതായും എല്ലാവരും സന്തോഷിക്കുന്നതായിട്ടും സങ്കല്പിക്കുക. ഡേ 6 നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് എന്ന വിശ്വാസത്തിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഡേ 7 പൂർണ്ണ സമർപ്പണം. എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. തികഞ്ഞ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. അത്ഭുതം സംഭവിക്കും. ചില നിർദ്ദേശങ്ങൾ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രാത്രി ഉറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ രാവിലെ ഉണർന്നാലുടനോ ഇത് കേൾക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. ശബ്ദ തരംഗങ്ങൾ കൃത്യമായിട്ട് തലച്ചോറിൽ എത്താൻ ഹെഡ്ഫോൺ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക. ഇനി ഹെഡ്ഫോൺ ഇല്ല എന്ന് പറഞ്ഞ് ഇത് ചെയ്യാതിരിക്കേണ്ട. ഓരോ ദിവസവും വീഡിയോ കണ്ട ശേഷം താഴെ വന്ന് അല്ലെങ്കിൽ ചെയ്ത ശേഷം താഴെ വന്ന് ഡേ 1 കംപ്ലീറ്റഡ്, ഡേ 2 കംപ്ലീറ്റഡ് എന്നിങ്ങനെ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മാത്രമല്ല, ആരൊക്കെ ഈ ഒരു ടെക്നിക് ഫോളോ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുമിച്ച് നമുക്ക് മുന്നേറാനും ഈ ഒരു ടെക്നിക്കിലൂടെ സാധ്യമാകും. നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക. ഒരു വിത്ത് മണ്ണിലിട്ടാൽ പിന്നെ നമ്മളത് ഓരോ നിമിഷവും മാന്തി നോക്കാറില്ല. അത് മുളയ്ക്കുമെന്ന് നമുക്കുറപ്പാണ്. അതുപോലെ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അത് തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു അമ്മയായി മാറിക്കഴിഞ്ഞു. തികഞ്ഞ സമാധാനത്തോടെ ഈ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. പ്രപഞ്ചത്തിന് നന്ദി പറയൂ. കാരണം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകഴിഞ്ഞു. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഡൺ. പോകുന്നതിന് മുൻപ് ഒരു രഹസ്യം കൂടി. നിങ്ങൾ ഇപ്പോൾ ചെയ്ത ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രപഞ്ചം സ്വീകരിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു അടയാളം, ഒരു സൈൻ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ തേടിയെത്തും. അത് ഒരു പക്ഷേ നിങ്ങൾ അവിചാരിതമായി കാണുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമാകാം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ശബ്ദമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറയുന്ന ഒരു ശുഭവാർത്തയാകാം. ആ സൂചന ലഭിക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട. പകരം മനസ്സിൽ പറയുക, എൻ്റെ കുഞ്ഞ് വരികയാണ്, പ്രപഞ്ചത്തിന് നന്ദി. നിങ്ങൾക്ക് ലഭിച്ച ആ അടയാളം എന്താണെന്ന് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റും മറ്റൊരു സഹോദരിക്ക് കൂടി അമ്മയാകാനുള്ള പ്രതീക്ഷ നൽകുന്നതാണ്. വിശ്വസിക്കുക, നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു അമ്മയായി മാറിക്കഴിഞ്ഞു. വിശ്വസിക്കുക, അത് സംഭവിച്ചു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മാറ്റങ്ങൾ തുടങ്ങുന്നു. പ്രപഞ്ചം നൽകുന്ന സൂചനയ്ക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഹൃദയമെടുപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് പ്രപഞ്ചത്തിൻ്റെ താളമാണ്. ഇത് നിങ്ങളുടെ ഉള്ളിൽ വളരാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പാണ് എന്ന് സങ്കല്പിക്കുക. ഈ നിമിഷം മുതൽ നിങ്ങൾ 2 ഹൃദയങ്ങൾ ഒന്നായി സ്പന്ദിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ്. മറ്റാരും കേൾക്കാത്ത ഒരു രഹസ്യം നിങ്ങളുടെ ഗർഭപാത്രത്തോട് മെല്ലെ പറയൂ. ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. നീ വരുന്നത് എനിക്കറിയാം. ഇനി വാക്കുകളില്ല, വെറും നിശബ്ദത മാത്രം. ഈ സമാധാനത്തിൽ, ഈ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങുക. ആ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഒരു പടി കൂടി അടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരാളിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും. അതുകൊണ്ട് ദയവായി ഇത് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് തന്നെ കൊടുത്തേക്കാം. നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിക്കാൻ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫെർട്ടിലിറ്റി യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല. നിങ്ങളുടെ കുഞ്ഞു ചിരിക്കായുള്ള കാത്തിരിപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്.